ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ വീഡിയോ ഇട്ടപ്പോൾ ഒത്തിരി ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കോംബോ ഒരു 10 പ്ലാന്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ചോദിച്ചിട്ട്. പക്ഷേ ഞാൻ പറഞ്ഞിരുന്ന ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. മിക്ക ആൾക്കാർക്കും എനിക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതാണ് സത്യം എന്നുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കേസ് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര ആൾക്കാർക്ക് മെസ്സേജ് അയക്കുമ്പോൾ എല്ലാവർക്കും നമുക്ക് കൊടുത്തെത്തിക്കാനായിട്ട് പറ്റണില്ല. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ഞാൻ പറഞ്ഞിരുന്നു ലാസ്റ്റത്തെ പ്ലാൻസാണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് അഗ്ലോണിമയുടെ സ്റ്റോക്ക് നിലവിൽ ആകെ കൂടി ഫ്രോസൺ മാത്രമേ നമുക്ക് വന്നിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ ഈ നിലവിൽ ഈ കാണുന്ന പ്ലാൻസ് എന്ന് പറയുന്നത് ഇത്ര ദിവസത്തെ സെയിലിന് ഇട്ടിട്ട് വന്നിട്ടുള്ള ലാസ്റ്റ് പ്ലാൻസ് ആണ് കേട്ടത്. ഇത്ര തന്നെയുള്ളൂ, വേറെ ഇനിയില്ല. ഇതിൽ എന്താ പറയുക, പേൾ ഓഫ് മെലയുടെ ഒരു പ്ലാന്റ് കൂടി ഇരിപ്പുണ്ട്, അതാണുള്ളത്. നമുക്ക് നിലവിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഫ്രോസൻ്റെ പ്ലാന്റ്സ് മാത്രമാണ് സ്റ്റോക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ കരുതി ഇത് മാത്രം ഈ ഇരിക്കണത് ഒരു വീഡിയോ ആയിട്ട് ഇടാമെന്ന്. പിന്നെ ഇത് വന്നിട്ടുണ്ടായിരുന്നു റെഡ് എമറാൾഡ്, അത് നമുക്ക് കുറച്ച് വന്നിട്ടുള്ളൂ, അധികം കിട്ടിയിട്ടില്ല നമുക്ക്. അപ്പോൾ അഗ്ലോണിമ നിലവിൽ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ എല്ലാ പ്ലാന്റ്സും. അപ്പോൾ ചോദിച്ചവർക്ക് മിക്ക ആൾക്കാർക്ക് അതിന് എടുത്ത് പറയാൻ കാരണം എനിക്ക് പറ്റിയിട്ടില്ല റിപ്ലൈ കൊടുക്കാനായിട്ട്. ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കി പറ്റണവർക്കൊക്കെ കൊടുത്തു, പക്ഷെ എല്ലാവർക്കും നമുക്ക് എത്തിക്കാനായിട്ട് പറ്റിയിട്ടില്ലേ. അപ്പോൾ ഇന്നത്തെ ഇപ്പോൾ ഇത് ലാസ്റ്റത്തെ നമ്മൾ സെയിലിനിട്ടിട്ട് വന്നിട്ടുള്ള ലാസ്റ്റത്തെ കുറച്ച് പ്ലാൻസ് ആണ് കേട്ടോ. അത് ഇതിലിപ്പോൾ കൂടുതലായിട്ട് നമ്മൾ വെച്ചിട്ടുള്ളത് ഈ ഒരു എന്താ പറയുക, റെഡ് എമറാൾഡും പിന്നെ ഒരു ഗ്രീൻ ഫ്രോസിൻ്റെ ഒരു മദർ പ്ലാന്റും ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കാണിക്കാൻ കൂട്ടത്തിൽ അതിൻ്റെ റേറ്റും പറയാം കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഈ ഗ്രീൻ ഫ്രോസിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ. അത് ഇതിനകത്ത് 4 ഷൂട്ടുണ്ട്. ഇതേ 1, പിന്നെ ഇതേ ഇത് കാണില്ലേ, ഇത് രണ്ടാമത്തെ ഷൂട്ടാണ് കേട്ടോ. പിന്നെ ഇതേ ഇത് 3, 4, പിന്നെ ഒരു മദറും, അങ്ങനെ മൊത്തം 5 ഷൂട്ടാണ് കേട്ടോ ഇതിനകത്തുള്ളത്. ഇതിന് റേറ്റ് വന്നിട്ട് 360 രൂപയാണ് കേട്ടോ ഈ ഒരു പോട്ടിൻ്റെ റേറ്റ് വരുന്നത്. 4 ഷൂട്ടും ഒരു മദർ പ്ലാന്റും കേട്ടോ. ഇത് പെട്ടെന്ന് ഗ്രോത്ത് വരും കേട്ടോ. ഫ്രോസൺ നമ്മൾ വിചാരിക്കണ പോലെയില്ല, ഒരു വലിയ ചട്ടിയിലേക്ക് വെച്ചാൽ പെട്ടെന്ന് ഷൂട്ട് വരുന്നുണ്ടോ പെട്ടെന്ന് ഗ്രോത്ത് വരും. ഫ്രോസന് സ്ലോ ഗ്രോത്ത് അല്ല, നന്നായി ഗ്രോത്ത് വരുന്ന പ്ലാന്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഗ്രീൻ ഫ്രോസൺ ഒന്നും കൂടി മറ്റേനെ അപേക്ഷിച്ചിട്ട് ഗ്രോത്ത് ചെയ്ത് വരും കേട്ടോ. പിന്നെ നമുക്ക് ഇന്ന് ഇതിലുള്ളതിൽ ഈ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ. വലിയ വിലയുടെ ഒന്നുമില്ല, മാക്സിമം കുറഞ്ഞ വിലയ്ക്കാണ്. കാരണം എൻ്റെ അടുത്ത് എക്സ്ട്രാ എടുക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് വരുന്ന പ്ലാന്റ്സ് തട്ടിക്കൂട്ടി ഇടുന്നതാണ്. അതുകൊണ്ട് വലിയ വിലയുടെ ഇല്ല, ചെറിയ വിലയുടെ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ. ഇത് വന്നിട്ട് പിങ്ക് ഡാൽമൻഷനാണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 180 രൂപയാണ് കേട്ടോ. ഇത് ഒരെണ്ണേ ഉള്ളൂ, ഞാൻ കാണിക്കുന്നത് മാക്സിമം ഒരെണ്ണേ ഉള്ളൂ. പിന്നെ ഇത് വന്നിട്ട് സെൻസ്റ്റാറിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിന് 240. ഇതിലും കുറവിന് നമുക്ക് തരാനായിട്ട് പറ്റില്ല കേട്ടോ. ഇത് മാക്സിമം കുറഞ്ഞ റേറ്റാണ് ഞാനിപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമുക്കുള്ളത് ഇതേ ഈ ഒരു പ്ലാന്റാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ അജ്മാനി പിങ്കിൻ്റെ പ്ലാന്റാണ്. ഇത് കുറേ കാലമായി ഇരിക്കുന്നുണ്ട്. കുറേ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 8-9 മാസത്തോളമായി ഇരിക്കണം. അത് പുഴുതിന്നും പോവും, പിന്നെ വീണ്ടും വരും, വീണ്ടും പുഴുതിന്നും പോവും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇതേ ഈ ഒരു കളറിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് ശരിക്കും. ഇതേ കണ്ട, ഇതാണ് വരുന്നത്. ഇത് നമ്മൾ നമ്മൾ ഇട്ടിരുന്നു തോന്നുന്നു, പക്ഷേ ഇത് സെയിലായിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 160 രൂപ കേട്ടോ. ഇതും നമ്മുടെ അടുത്ത് ഒന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് അധികം വില ഇല്ലാണ്ട് നമ്മൾ സെയിൽ ചെയ്യണത്. പിന്നെ വന്നിട്ട് ഇത് റെഡ് വാലൻറ്റൈൻ്റെ ആണ് കേട്ടോ. ഇതിന് റേറ്റ് വന്നിട്ട് 140 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. പിന്നെ ഇത് വന്നിട്ട് ഗ്രീൻ സ്റ്റാർഡസ്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 200 കേട്ടോ. നമുക്ക് ഏകദേശം നല്ലൊരു വിലയ്ക്ക് കിട്ടിയ കാരണം നമുക്ക് ഇതിലും കുറയ്ക്കാനായിട്ടില്ല. മാക്സിമം ഞാൻ ലാഭമൊന്നും എടുക്കാണ്ട് ഇട്ടിട്ടുള്ളതാണ് ഈ ഒരു പ്ലാന്റ്. അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് കേട്ടോ. കുഞ്ഞ് പ്ലാന്റ് ഒന്നുമില്ല, നല്ല വലിപ്പത്തിലുള്ളൊരു പ്ലാന്റാണ്. പിന്നെ നമുക്ക് ഇത്തവണ വന്നുള്ള റെഡ് എമറാൾഡിൻ്റെ ആണ്. അത് കുറച്ച് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ആയിട്ടുണ്ട്, പക്ഷേ അങ്ങോട്ട് കട കിട്ടാറായിട്ടില്ല. ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ റെഡ് എമറാൾഡിൻ്റെ കുറച്ച് ഉള്ളത്. അപ്പോൾ തൈകളൊക്കെ ഉണ്ടായിരുന്നത് നമ്മൾ ഇട്ട് തീർത്തു മാക്സിമം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 140 രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇവിടെ ഒരു കിളി, ഞാൻ എന്താ ശബ്ദം എന്ന് വെച്ച് നോക്കാം. പിന്നെ ഇത് കേട്ടോ, ഇത് വന്നിട്ട് നമ്മുടെ പപ്പായയുടെ യെല്ലോ പപ്പായയുടെ ഒരു പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 150. പിന്നെ നമുക്കുള്ളത് ഇതാണ് കേട്ടോ 10 ക്യാരറ്റിൻ്റെ. ഇതിന് 240 കേട്ടോ. ഒരെണ്ണമുള്ളൂ, ഇതൊക്കെ ഒരെണ്ണമുള്ളൂ കേട്ടോ. പിന്നെ വന്നിട്ട് പേൾ ഓഫ് മെലോ, ഇത് ഒരെണ്ണം കൂടി എക്സ്ട്രാ ഉണ്ട് കേട്ടോ. കാരണം ഇതിൽ കുറച്ച് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു റൂട്ട് ആവാത്തൊക്കെ. അപ്പോൾ ഓരോ തവണ വീഡിയോ ഇടുമ്പോൾ ഞാൻ തപ്പിത്തരഞ്ഞ് പറിച്ച് നോക്കിയിട്ട് ആണ് വെക്കുന്നത്. അപ്പോൾ ഇതൊന്നും പറിച്ച് നോക്കാതെ കേട്ടോ. അപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, ഇതൊന്നും നനച്ചിട്ടില്ല, നനവില്ലാത്തതുകൊണ്ട്. 240 കേട്ടോ. പിന്നെയുള്ളത് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റാണ്, വലിയ പ്ലാന്റ്, നല്ല വലിപ്പമുള്ളൊരു മദർ പ്ലാന്റ് ആണ് കേട്ടോ. ഒക്കെ ഡ്രൈ ആയിട്ടിരിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 190 കേട്ടോ. അപ്പോൾ ഇത്ര പ്ലാന്റാണ് നമ്മുടെ കയ്യിലുള്ളൂ. ഇതൊക്കെ ഇതിൽ കാണാൻ തന്നെയുള്ളൂ, എക്സ്ട്രാ ഇല്ല, വേറെ വെറൈറ്റികളില്ല. വെറൈറ്റി എന്ന് പറയാൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഇട്ടിരുന്ന ഫ്രോസനാണ്.
അതിൻ്റെ മദർ പ്ലാന്റ്സ് ഇരിപ്പുണ്ട് വന്നതിൽ. കാരണം കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നിലവിലുള്ളത് കേട്ടോ. ഇതിൽ കൂടാണ്ട് ഫ്രോസൺ വേണമെന്നുള്ളവർ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മെസ്സേജ് അയക്കാം. വാട്സപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ചോദിക്കുന്നവർക്ക് നമ്മളിത് മാറ്റി വെച്ച് പോകും കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കുട്ടി എനിക്ക് എൻ്റെ അടുത്തൊരു പ്ലാന്റ് മാറ്റി വയ്ക്കുക 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞിട്ട് പൈസ ഇട്ടിരുന്നു. ആ കുട്ടീനെ വാട്സപ്പിൽ എനിക്ക് നോക്കിയിട്ട് അറിയണില്ല ഏതാണെന്നുള്ളത്. ആ കുട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കുക. ഞാൻ അല്ലെങ്കിൽ ചിലപ്പോൾ വിട്ടു പോകുന്നതാണ് എനിക്ക് ഓർമ്മ വന്നത്. 2 ആഴ്ച കഴിഞ്ഞിട്ട് മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടി വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചോളാം കേട്ടോ എനിക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.